نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الإخوان والأخوات أوصيكم ونفسي أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا قوا أنفسكم وأهليكم نارا وقودها الناس والحجارة عليها ملائكة غلاظ شداد لا يعصون الله ما أمرهم ويفعلون ما يؤمرون. ഏറ്റവും സ്നേഹം നിറഞ്ഞ വിശ്വാസിനികളെ, പ്രപഞ്ച സൃഷ്ടാവും സംരക്ഷകനുമായ റബ്ബിൻ്റെ കൽപ്പനകളും നിർദ്ദേശങ്ങളും നമ്മുടെ ഓരോരുത്തരുടെയും രഹസ്യവും പരസ്യവുമായിട്ടുള്ള എല്ലാ അവസരങ്ങളിലും നമ്മുടെ സൃഷ്ടാവായ റബ്ബിനെ മറക്കാതെ തഖ്വയോടുകൂടെ ജീവിക്കണമേ എന്ന് ആദ്യമായി എന്നോടും പിന്നെ നിങ്ങളോട് ഓരോരുത്തരോടും ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മൾ ഒരു അവധിക്കാലമാണ് നമ്മളുള്ളത്. സ്കൂളുകളും കോളേജുകളുമെല്ലാം അടച്ചു, മദ്രസകളും 1-2 ദിവസങ്ങളെ കൊണ്ട് അടക്കുകയാണ്. നമ്മുടെ മക്കളെക്കുറിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അവധിക്കാലം ചില ആളുകൾക്ക് വല്ലാത്ത പ്രയാസമാണ്. ചില ആളുകൾക്ക് വളരെ പ്രയാസകരമായൊരു ജീവിതമാണ് അവധിക്കാലം എന്ന് പറയുമ്പോൾ. എന്നാൽ അത് പ്രശ്നമല്ല. അവധിക്കാലം എന്ന് പറയുന്നത് അത് അനുഗ്രഹമാണ് എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടത്. പക്ഷേ ആ അവധിക്കാലം അശ്രദ്ധ പാടില്ല എന്ന് നാം തിരിച്ചറിയണം. ഒഴിവ് സമയം എന്നുള്ളത് അനുഗ്രഹമാണ്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, 2 കാര്യങ്ങൾ, ആ 2 കാര്യങ്ങളെക്കുറിച്ച് മനുഷ്യർ അശ്രദ്ധയിലാണ്. നബി അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നിഅമതാനി മഗ്ബൂനു ഫീഹിമാ കസീറു മിനൻ നാസ് അസ്സിഹത്തു വൽ ഫറഅ. 2 കാര്യങ്ങളെക്കുറിച്ച്, ആ 2 കാര്യങ്ങളെക്കുറിച്ച് മനുഷ്യർ അശ്രദ്ധയിലാണ്.
അവൻ്റെതായിരിക്കുന്ന ഒഴിവ് സമയമാണ്. 2 ആരോഗ്യമാണ്. ആരോഗ്യത്തെക്കുറിച്ചും ഒഴിവ് സമയവും മനുഷ്യർ ഇന്ന് അശ്രദ്ധയിലാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞെങ്കിൽ, സഹോദരങ്ങളെ, നമ്മുടെ ഓരോരുത്തരുടെയും സമയത്തെക്കുറിച്ച് കൃത്യമായി ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും. നമ്മുടെ സമയത്തെക്കുറിച്ച്, നമ്മുടെ ആരോഗ്യത്തെക്കുറിച്ച് ചോദ്യം ചെയ്യപ്പെടാതെ ഒരിക്കലും സാധ്യമല്ല. അന്ത്യനാളിൽ ഇതിനെക്കുറിച്ച് കൃത്യമായി ചോദ്യം ചെയ്യപ്പെടും. അതുകൊണ്ട് തന്നെയാണ് അല്ലാഹുവിൻ്റെ പ്രവാചകൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു മനുഷ്യനിക്ക്, ഒരു വ്യക്തിക്ക് ഉപദേശം നൽകുന്ന കൂട്ടത്തിൽ അദ്ദേഹത്തോട് അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, യഗ്തനിം ഖംസൻ ഖബ്ല ഖംസിൻ, 5 കാര്യങ്ങൾ നീ ഉപയോഗപ്പെടുത്തണം. യഗ്തനിം, നീ ഉപയോഗപ്പെടുത്തണം 5 കാര്യത്തെ. ഖബ്ല ഖംസിൻ, 5 കാര്യങ്ങൾക്ക് മുമ്പ്. 5 കാര്യങ്ങൾക്ക് മുമ്പ് ഉപയോഗപ്പെടുത്തണം എന്ന് പറഞ്ഞാൽ, സഹോദരങ്ങളെ, ആ 5 കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാനുള്ളതാണ്, അല്ലെങ്കിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ കുറിച്ചാണ്. ഒന്ന് പറഞ്ഞത് എന്താണ്? ശബാബക ഖബില ഹറമിക. ശബാബക, നിന്റെ യുവത്വത്തെ നീ ഉപയോഗപ്പെടുത്തണം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എൻ്റെ പ്രിയപ്പെട്ട യുവാക്കളെ, യുവതികളെ, അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ള ഒന്നാമത്തെ കാര്യം ശബാബക ഖബില ഹറമിക. നിന്റെ യുവത്വത്തെ കുറിച്ച് ചോദ്യം ചെയ്യപ്പെടും. അതുകൊണ്ട് തന്നെ ആ യുവത്വം വാർദ്ധക്യം വരുന്നതിന് മുമ്പ് തന്നെ ആ യുവത്വത്തെ നീ ഉപയോഗപ്പെടുത്തണം. എന്തിനാണ് സഹോദരങ്ങളെ നമ്മുടെ ഉപയോഗപ്പെടുത്തേണ്ടത്? നമ്മുടെ യുവത്വത്തെ, എൻ്റെ പ്രിയപ്പെട്ട യുവാക്കളെ, നമ്മുടെ യുവത്വത്തെ എന്തിനാണ് നമ്മൾ വിനിയോഗിക്കേണ്ടത്? ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ഓരോരുത്തരുടെയും പാരത്രികമായ ജീവിതത്തിന് വേണ്ടിയാണ് നമ്മുടെ യുവത്വത്തെ നാം ഉപയോഗപ്പെടുത്തേണ്ടത്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പ്രായമാകുന്നതിന് മുമ്പ്, പ്രായമായതിനു ശേഷം പള്ളികളിൽ കൃത്യമായി ജമാഅത്തിന് നേരത്തെ എത്തുകയും, അതുപോലെ ഹജ്ജിനും ഉംറക്കുമൊക്കെ നമ്മുടെ നാട്ടിലൊരു പതിവുണ്ടായിരുന്നു. ഹജ്ജിനും ഉംറക്കൊക്കെ പ്രായമായിട്ടാണ് പോവുക. ആരോഗ്യമുള്ള സമയത്ത് അതിനുവേണ്ടി പരിശ്രമിക്കൂല. പ്രായമായി തുടങ്ങിയാൽ ഹജ്ജിന് വേണ്ടി അപേക്ഷിച്ചുകൊണ്ടിരിക്കും. ഉംറക്ക് പോവാൻ താല്പര്യമാണ്. അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വശബാബക, നിന്റെ യുവത്വമുണ്ടല്ലോ, ആ യുവത്വത്തെ നീ ഉപയോഗപ്പെടുത്തണം. എന്തിനാണ്? നന്മയിൽ നീ ഉപയോഗപ്പെടുത്തണം. എപ്പോ നിനക്കൊരു വാർദ്ധക്യം വരാനുണ്ട്, ആ വാർദ്ധക്യത്തിന് മുമ്പ്. അതുപോലെ തന്നെയാണ് രണ്ടാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, രണ്ടാമത് പറഞ്ഞത് വസിഹ്ഹതക ഖബല സഖമിക. നിന്റെ ആരോഗ്യം, ആ ആരോഗ്യത്തെ നീ ഉപയോഗപ്പെടുത്തണം. എപ്പോ? ഖബല സഖമിക, നീ രോഗിയാകുന്നതിന് മുമ്പ്. നിന്റെ ആരോഗ്യമുള്ള സമയത്താണ് കൃത്യമായി, പ്രിയമുള്ള സഹോദരങ്ങളെ, ജുമുഅ ജമാഅത്തുകളിലും എല്ലാ സൽക്രമങ്ങളിലും എല്ലാ നന്മയിലും പരലോകത്തിന്റെ കാര്യത്തിലൊക്കെ ഏറ്റവും മുൻപന്തിയിലുണ്ടാവേണ്ടത് നമ്മുടെ ആരോഗ്യമുള്ള സമയത്ത് തന്നെയാണ്. രോഗിയായതിനു ശേഷമല്ല, മറിച്ച് ആ രോഗിയായതിനു മുമ്പ് തന്നെ നമ്മുടെ ആരോഗ്യത്തെ വിനിയോഗിക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞെങ്കിൽ നമ്മൾ അറിയേണ്ടതുണ്ട്. അതുപോലെ മൂന്നാമത് പറഞ്ഞത് വഗിനാക ഖബല ഫഖിരിക. നിന്റെ ദാരിദ്ര്യത്തിലേക്ക് മുമ്പ് തന്നെ നിന്റെ സമ്പന്നത നീ ഉപയോഗപ്പെടുത്തണം. നമ്മുടെ കയ്യിൽ കാശുണ്ടാകുമ്പോഴാണ്, നമ്മുടെ കയ്യിൽ കാശുണ്ടായിരിക്കെ നമ്മൾ ദാനധർമ്മം ചെയ്യണം, നന്മയിൽ ഉപയോഗപ്പെടുത്തണം. എല്ലാം നശിച്ചതിന് ശേഷം എൻ്റെ കയ്യിലൊന്നുമില്ലാത്ത സമയത്ത് ആഗ്രഹിച്ചതുകൊണ്ട് കാര്യമില്ല, മറിച്ച് ഉള്ള സമയത്താണ് നന്മയിൽ നമ്മുടെ സമ്പത്തിനെ ചിലവഴിക്കേണ്ടത്. നല്ല കാര്യങ്ങളിൽ നമുക്ക് അല്ലാഹു തന്ന നമ്മുടെ സമ്പത്ത് വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ, നാം നൽകിയതിൽ നിന്ന് നിങ്ങൾ ചിലവഴിക്കുക എന്ന് പറഞ്ഞിട്ടുള്ള ആ സമ്പത്തിനെ, പ്രിയമുള്ള സഹോദരങ്ങളെ, ദാരിദ്ര്യം വരുന്ന മുമ്പ് തന്നെയാണ് നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടത്. അതുപോലെ
സമയത്തെ നീ ഉപയോഗപ്പെടുത്തണം. കുറച്ചു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര തിരക്കായിരിക്കും. ആ തിരക്ക് വരുന്ന മുമ്പ് തന്നെ നിന്റെ ഒഴിവ് സമയം നീ ഉപയോഗപ്പെടുത്തണം. അഞ്ചാമതായി അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മൾ അറിയണം. എന്താ അഞ്ചാമതായി പറഞ്ഞത്? വഹയാതക ഖബ്ല മൗതിക. നിന്റെ മരണത്തിനു മുമ്പ് നിന്റെ ജീവിതത്തെ നീ ഉപയോഗപ്പെടുത്തണം. പ്രിയമുള്ള സഹോദരങ്ങളെ, മരണം എന്നുള്ളത് കഴിഞ്ഞ ആഴ്ചയിലും നിങ്ങൾ കേട്ടിട്ടുള്ള വിഷയമാണ്. ഖബറുമായി ബന്ധപ്പെട്ടത്. പ്രിയമുള്ള സഹോദരങ്ങളെ, മരണം എന്നുള്ള യാഥാർത്ഥ്യം എവിടെയായിരുന്നാലും ആ മരണം നമ്മളെ പിടികൂടുക തന്നെ ചെയ്യും. അതുകൊണ്ട് തന്നെ ആ മരണം വരുന്നതിന് മുമ്പ് തന്നെ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, വഹയാതക ഖബ്ല മൗതിക. നിനക്ക് മരണം വരുന്നതിന് മുമ്പ് തന്നെ നിന്റെ ജീവിതത്തെ നീ ഉപയോഗപ്പെടുത്തണം. അല്ലെങ്കിൽ കുറ്റവാളികളായ ആളുകൾ, ചില ആളുകൾ നാളെ അല്ലാഹുവിന്റെ കോടതിയിൽ ഹാജരാക്കപ്പെടുമ്പോഴും മരണാസന്നമായ നിലയിൽ ആ സമയത്ത് അവൻ പറയുന്ന ഒരു വാക്കിനെ കുറിച്ച് വിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. വഅൻഫിഖൂ മിമ്മാ റസഖ്നാകും മിൻ ഖബ്ലി അൻ യഅതിയ അഹദകുമുൽ മൗത്ത്. നമ്മളൊക്കെ എല്ലാ ആഴ്ചകളിലും കേൾക്കുന്ന സൂറത്തുൽ മുനാഫിഖൂനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതിന്റെ 10-ാമത്തെ ആയത്തിലൂടെ വഅൻഫിഖൂ മിമ്മാ റസഖ്നാഹും, നാം നിങ്ങൾക്ക് നൽകിയതിന് ചിലവഴിക്കണം എന്ന് പറഞ്ഞിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, ഫയഖൂൽ, അവൻ പറയും, റബ്ബി ലൗലാ അഖർതനി ഇലാ അജലിൻ ഖരീബ്. ഒരല്പ സമയത്തേക്ക് എന്നെങ്ങാനും പിന്തിച്ചിടുകയാണെങ്കിൽ നിശ്ചയമായും ഫഅസ്വദ്ദഖ, ഞാൻ ദാനധർമ്മം ചെയ്തു കൊള്ളാം. വഅകും മിനസ് സാലിഹീൻ, ഞാൻ സൽക്കർമ്മങ്ങളിൽ പെട്ടുകൊള്ളാം. അതുകൊണ്ട് തന്നെയാണ് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നിന്റെ ജീവിതത്തെയാണ് നീ ഉപയോഗപ്പെടുത്തേണ്ടത് എന്ന്. പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മൾ അറിയേണ്ടതുണ്ട്, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഏൽപ്പിച്ചിട്ടുള്ള വലിയൊരു അമാനത്താണ് നമ്മുടെ കുടുംബം, നമ്മുടെ മക്കൾ എന്ന് പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഏൽപ്പിച്ചിട്ടുള്ള ഒരു അമാനത്ത്, ആ അമാനത്ത് കൃത്യമായി ഉപയോഗപ്പെടുത്താൻ പ്രിയമുള്ള സഹോദരങ്ങളെ നമുക്ക് കഴിയണം. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ തഹ്രീമിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനു, ഏ വിശ്വാസികളെ എന്ന് വിളിച്ചിട്ടാണ് റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞത്. മനുഷ്യരെ എന്ന് വിളിച്ചിട്ടല്ല, മറിച്ച് വിശ്വാസികളായ എന്നോടും നിങ്ങളോടുമാണ് പ്രിയമുള്ള സഹോദരങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. യാ അയ്യുഹല്ലദീന ആമനു, ഏ വിശ്വാസികളെ, ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ, നിങ്ങൾ നിങ്ങളുടെ നഫ്സുകളെ കാക്കണം. ഖൂ അൻഫുസകും, നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെ നിങ്ങൾ കാക്കണം എന്ന് പറഞ്ഞിട്ട് അവിടെ നിർത്തിയിട്ടില്ല, മറിച്ച് എന്നിട്ട് റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്നത് വഅഹ്ലീകും, നിങ്ങളെ കുടുംബത്തെയും നിങ്ങൾ കാക്കണം. കുടുംബത്തെ കാക്കേണ്ട ഉത്തരവാദിത്തം പ്രിയമുള്ള രക്ഷിതാക്കളെ നമ്മൾക്ക് ഓരോരുത്തർക്കുമുണ്ട്. നമുക്കാണ് നമ്മുടെ കുടുംബത്തെ കാക്കേണ്ട ചുമതല ഉള്ളത്. അതുകൊണ്ട് തന്നെയാണ് റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്നത്, വിശ്വാസികളെ, നിങ്ങൾ നിങ്ങളുടെ സ്വന്തത്തെ കാത്താൽ മാത്രം പോരാ, മറിച്ച് നിങ്ങളെ കുടുംബത്തെ, കുടുംബം എന്ന് പറയുമ്പോൾ നിങ്ങളെ ഭാര്യമാര് പെടുന്നു, നിങ്ങളെ മക്കൾ പെടുന്നു, എല്ലാവരെയും നിങ്ങൾ കാക്കണം. എന്തിനെ തൊട്ടാണ്? നാറാ, അഗ്നിയെ തൊട്ട്, നരകാഗ്നിയെ തൊട്ട്, നരകത്തെ തൊട്ട് കാക്കണമെന്ന് വിശ്വാസികളായ ആളുകളോട് പറഞ്ഞിട്ട് റബ്ബ് സുബ്ഹാനഹു വ തആല ആ നരകത്തിന്റെ പ്രത്യേകത അല്ലാഹു തആല വിവരിക്കുന്നത്, വഖൂദുഹന്നാസു വൽ ഹിജാറ. എന്താ നരകം എന്ന് പറയുന്നത്? വഖൂദുഹന്നാസു വൽ ഹിജാറ, അവിടെ അതിന്റെ ഇന്ധനം, അതിന്റെ വിറക് എന്ന് പറയുന്നത് മനുഷ്യരും കല്ലുകളുമാണ്. മനുഷ്യരും കല്ലുകളെ കൊണ്ട് കത്തിക്കപ്പെടുന്ന ആ നരകത്തെ തൊട്ട് നിങ്ങൾ കാക്കണം. എന്താ നരകത്തിന്റെ പ്രത്യേകത? അവിടെയാണ് ചില ഊഖന്മാരായ, ചില മല്ലന്മാരായ ചില ആളുകൾ മലക്കുകളെ കുറിച്ച് പറഞ്ഞു. ആ മലക്കുകൾ, അവരുടെ പാറാവുകാരായ മലക്കുകളുണ്ട്. അവരുടെ പ്രത്യേകത അല്ലാഹു കൽപ്പിച്ചത് എന്തോ അത് നിറവേറ്റുന്ന ആളുകളാണ്. അവർ പരുക്ക സ്വഭാവക്കാരാണ്, ഒരു മയവുമില്ലാത്ത ആളുകളാണ്.
ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് സലഫുകളായ ആളുകൾ പറഞ്ഞത് വഖാല അലി ഇബ്നു അബി ത്വൽഹ അൻ ഇബ്നു അബ്ബാസ്, അദ്ദേഹം പറയുന്നത് ഖു അൻഫുസകും വഅഹ്ലീകും നാറ എന്ന് പറഞ്ഞാൽ ഇഅ്മലൂ ബിത്വാഅത്തില്ലാഹ് വത്തഖൂ മആസിയല്ലാഹ് വഅമറൂ അഹ്ലീകും ബിദ്ദിക്രി യുൻജീകുമുല്ലാഹു മിനൻ നാർ. നിങ്ങളുടെ കുടുംബത്തെ നിങ്ങൾ കാക്കണം എന്ന് പറയുന്നത് ഇഅ്മലൂ ബിത്വാഅത്തില്ലാഹ്, നിങ്ങളുടെ കുടുംബങ്ങളെ കാക്കണം എന്ന് പറയുന്നത് അവരെ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ അവരെ മര്യാദ പഠിപ്പിക്കണം. അലി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നത് കാണാം. അലി റളിയല്ലാഹു അൻഹു പറയുന്നത് എന്താണ്? അദ്ദിബൂഹും വഅല്ലിമൂഹും, അവർ നിങ്ങൾ പഠിപ്പിക്കണം, മര്യാദകൾ ഇൽമു പഠിപ്പിക്കണം എന്നാണ് ഈ ആയത്തിലൂടെ. എന്നാലാണ് ആ നരകത്തെ തൊട്ട് രക്ഷപ്പെടാൻ സാധ്യമാവുകയുള്ളൂ. നിങ്ങളെ കാക്കണം എന്ന് പറയുന്നത് നിങ്ങളെ കുടുംബത്തെ കാക്കണം, നിങ്ങളെ മക്കൾക്ക് നല്ലത് പഠിപ്പിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ അവധിക്കാലം, നമ്മുടെ മുമ്പിലുള്ള ഈ അവധിക്കാലത്ത് രക്ഷിതാക്കളായ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ട 1-2 കാര്യങ്ങൾ മാത്രമാണ് പ്രിയമുള്ള സഹോദരങ്ങളെ നിങ്ങൾ മുമ്പിലേക്ക് കൊണ്ടുവരുന്നത്. ഒന്ന്, നമ്മളൊക്കെ ഉപദേശകർ മാത്രമാണ്. മക്കളോടും കുടുംബത്തോടും നമ്മളിങ്ങനെ ഉപദേശിച്ചു കൊണ്ടിരിക്കും. എന്നാൽ ആ ഉപദേശം മാത്രമായി നമ്മൾ ഒരിക്കലും മാറരുത്. ഒരു ഉപദേശകൻ മാത്രമായി നമ്മൾ മാറരുത്. മറിച്ച് ആ പറയുന്ന കാര്യങ്ങൾ, നമ്മൾ ഉപദേശിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ആദ്യം വേണം. മക്കളോട് നമ്മളൊക്കെ ഖുർആൻ പാരായണം ചെയ്യാൻ പറയാറുണ്ട്. ഖുർആൻ പാരായണം ചെയ്യാൻ പറയുമ്പോൾ ആദ്യം നമ്മളെക്കുറിച്ച്, നമ്മളിലേക്കാണ് പ്രിയമുള്ള സഹോദരങ്ങളെ. നമ്മൾ ഒരു വിരൽ അങ്ങോട്ട് ചൂണ്ടുമ്പോൾ ബാക്കിയുള്ള വിരലുകൾ മുഴുവനും നമ്മുടെ നേരെയാണെന്നറിയണം. നമ്മൾ കൽപ്പിക്കുമ്പോൾ ആ കൽപ്പന ആദ്യം നിറവേറ്റേണ്ട ആളുകൾ രക്ഷിതാക്കളായ നമ്മൾ ഓരോരുത്തരുമാണ്. അതുകൊണ്ട് നമ്മുടെ മക്കളോട് കൃത്യമായി നമസ്കരിക്കാൻ പോകാൻ പറയുമെങ്കിൽ നമ്മൾ കൃത്യമായി പള്ളികളിൽ ജമാഅത്തിന് പോകുന്ന ആളുകളായി നമ്മൾ മാറണം. രണ്ടാമതായി, ഖുർആൻ ഓതാൻ പറയുമ്പോൾ ആ വിശുദ്ധ ഖുർആൻ നമ്മുടെ വീടുകളിൽ ഇരുന്നിട്ട് നമ്മൾ പാരായണം ചെയ്തുകൊണ്ട് കാണിച്ചു കൊടുക്കണം നമ്മുടെ മക്കളോട്. നമ്മൾ ആദ്യം ഖുർആൻ പാരായണം ചെയ്യണം, എന്നിട്ട് നമ്മുടെ മക്കളോട് ഖുർആൻ പാരായണം ചെയ്യാൻ വേണ്ടി നമ്മൾ പറയണം. അതുപോലെ തന്നെയാണ് നമ്മുടെ നമസ്കാരത്തെ കുറിച്ച്. പള്ളിയിലേക്ക് മക്കളോട് പോവാൻ നമ്മളൊക്കെ ആവശ്യപ്പെടാറുണ്ട്, എന്നാൽ നമ്മൾ പോവാറുണ്ടോ? ആ ഒരു ഉപദേശം മാത്രമായി മാറരുത്. നേരെ മറിച്ച് മഹാനായ അശ്ശൈഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് പറഞ്ഞൊരു വാക്ക് കാണാം. നിങ്ങളുടെ മക്കളെ സംസാരത്തിലും പ്രവൃത്തിയിലും മര്യാദ പഠിപ്പിക്കുന്ന ആളുകളായി നിങ്ങൾ മാറണം. നിങ്ങളെ മക്കളെ പഠിപ്പിക്കുമ്പോൾ, അവരോട് നിങ്ങൾ സംസാരിക്കുമ്പോൾ ഒരിക്കലും നിങ്ങൾ കളവ് പറയരുത്. ഒരു സാധനം തരാമെന്ന് പറഞ്ഞ് ഒരു വാഗ്ദത്തം ചെയ്താൽ ഒരിക്കലും അത് ലംഘിക്കരുത് എന്ന് അദ്ദേഹം പറയുന്നത് നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെയാണ് നമ്മുടെ സന്താനങ്ങളെ, നമ്മുടെ മക്കളെ പ്രഥമമായി സംസ്കരിക്കേണ്ട ആളുകൾ നമ്മൾ ഓരോരുത്തരും തന്നെയാണ്. പറയുന്ന കാര്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. ആദ്യം നമ്മൾ മക്കളോട് പറയുമ്പോൾ ആ കാര്യം നമ്മിൽ നിന്നാണ് നമ്മൾ മക്കൾ കണ്ടുപഠിക്കേണ്ടത്. ഏറ്റവും കൂടുതൽ നമ്മുടെ മക്കൾ കണ്ടുപഠിക്കേണ്ട ആളുകൾ നമ്മൾ ഓരോരുത്തരും തന്നെയായിരിക്കണം. എൻ്റെ മക്കൾ എന്നെക്കുറിച്ച് വിലയിരുത്തണം. ഞാൻ ചെയ്യുന്ന കർമ്മങ്ങൾ കണ്ട്, ഞാൻ ചെയ്യുന്ന നല്ല പ്രവർത്തനം കണ്ടിട്ടായിരിക്കണം എൻ്റെ മക്കൾ അത് ചെയ്യേണ്ടത്. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മുടെ മക്കൾ നമ്മിൽ നിന്നാണ് നന്മ പഠിക്കേണ്ടത്. നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവർത്തനങ്ങളും നമ്മളെ കണ്ടുപഠിക്കും. അവരുടെ കണ്ണുകളൊക്കെ നമ്മിലേക്കാണ്. നമ്മൾ ചെയ്തതൊക്കെ നന്മയായി അവർ കാണും. നമ്മൾ ചെയ്യുന്ന തിന്മകളൊക്കെ, നമ്മൾ ചെയ്യാതിരിക്കുന്ന കാര്യങ്ങളൊക്കെ തിന്മകളായിക്കൊണ്ട് അവർ കാണും സഹോദരങ്ങളെ. അതുകൊണ്ട് തന്നെ നല്ലത് നമ്മൾ പ്രവർത്തിക്കുമ്പോൾ ആ പ്രവർത്തിക്കുന്നതോട് കൂടെ തന്നെ നമ്മുടെ മക്കളോട് പറയാൻ നമുക്ക് കഴിയണം. പള്ളികളിലേക്ക് സുബഹിന്റെ ജമാഅത്തിന് നമ്മളൊക്കെ പോവാറുണ്ടെങ്കിൽ ആ നമ്മുടെ കൂടെ നമ്മുടെ മക്കളെയും കൂട്ടണം. ഓരോ ജമാഅത്തിനും പള്ളിയിൽ നമ്മൾ പോവാറുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ നമ്മുടെ മക്കളെയും കൂട്ടണം. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോഴും ഖുർആൻ ക്ലാസ് സംഘടിപ്പിക്കുമ്പോൾ ആ ഖുർആൻ ക്ലാസ്സിൽ നമ്മളിരിക്കുമ്പോൾ നമ്മുടെ കൂടെ നമ്മുടെ മക്കളുണ്ട് എന്ന് ഉറപ്പുവരുത്തണം. എങ്കിലേ നമ്മുടെ മക്കളെ നേരായ മാർഗം
മനസ്സിലാക്കണം, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ഈ കാര്യത്തിൽ ഏറ്റവും വലിയ മാതൃക എന്ന് നമ്മൾ മനസ്സിലാക്കണം. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഞാൻ അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ കൂടെ ഞാൻ കുട്ടിയായിരിക്കുമ്പോൾ ഞാൻ അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ കൂടെ ഒരു യാത്രയിലായ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് പറഞ്ഞു, യാ ഗുലാം, എൻ്റെ പൊന്നുമോനെ, യാ ഗുലാം ഇന്നി യുഅല്ലിമുക, മോനെ ഞാൻ നിനക്ക് ചില കാര്യങ്ങൾ പഠിപ്പിച്ചു തരട്ടെയോ, ചില കലിമത്തുകൾ നിനക്ക് ഞാൻ പഠിപ്പിച്ചു തരട്ടെയോ എന്ന് പറഞ്ഞിട്ട് അല്ലാഹു റസൂൽ പറഞ്ഞത്, ഇഹ്ഫദില്ലാഹ യഹ്ഫദുക, നീ അല്ലാഹുവിനെ സൂക്ഷിക്കണം, എങ്കിൽ അല്ലാഹു നിന്നെ സംരക്ഷിക്കും. നീ എവിടെയാണെങ്കിലും നീ അല്ലാഹുവിനെ സൂക്ഷിച്ചാൽ അല്ലാഹു നിന്നെ സംരക്ഷിക്കും. മാത്രമല്ല നിന്നെ നീ അല്ലാഹുവിനെ സൂക്ഷിക്കുകയാണെങ്കിൽ നിന്നെ അല്ലാഹു സംരക്ഷിക്കും. എല്ലാ കാര്യത്തിലും അല്ലാഹുവിന്റെ സംരക്ഷണം നിനക്കുണ്ടാകും. അതുകൊണ്ട് ഇതാ സഅൽത ഫസ്അലില്ലാ, നീ ചോദിക്കുകയാണെങ്കിൽ അല്ലാഹുവിനോട് ചോദിക്കണം. നീ വല്ല കാര്യം ആവശ്യപ്പെടുമ്പോ റബ്ബിനോടായിരിക്കണം നീ ചോദിക്കേണ്ടത്. അതുപോലെ നീ സഹായം തേടുകയാണെങ്കിൽ നീ എന്ത് ചെയ്യണം? അല്ലാഹുവിനോട് സഹായം തേടണം. എന്നിട്ട് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, അല്ലാഹുവിന്റെ റസൂൽ എന്നോട് പറഞ്ഞത്, വഅലം, മോനെ നീ അറിയണം കേട്ടോ, അന്നൽ ഉമ്മത, നിശ്ചയമായും ഒരു കൂട്ടം, ഒരു സമുദായം മുഴുവനും അവനെങ്ങാനും വല്ല ഉപകാരവും നിനക്ക് ചെയ്യണമെന്ന് ഒരു സമൂഹം ഒന്നടങ്കം വിചാരിച്ചാൽ പോലും ഒരിക്കലും ആ ഒരു നല്ല കാര്യം നിനക്കൊരു ഉപകാരം ചെയ്യാൻ അവർക്ക് കഴിയില്ല. അതുപോലെ തന്നെ ഒരു സമൂഹം മുഴുവനും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് നിനക്കൊരു തിന്മയും വരുത്തണമെന്നെങ്ങാനും ഉദ്ദേശിച്ചാൽ അത് അല്ലാഹു ഉദ്ദേശിച്ചിട്ടില്ല എങ്കിൽ ഒരിക്കലും എനിക്ക് സംഭവിക്കയില്ല എന്ന് പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ ഒരു ഉപദേശമായിരിക്കണം നമ്മളെ മക്കൾക്ക് നൽകേണ്ടത്. അതുപോലെ തന്നെയാണ് മക്കളുമായി ഒരല്പസമയം ഒഴിഞ്ഞിരിക്കാൻ നമുക്ക് കഴിയണം. സ്കൂളുകൾ അടച്ചല്ലോ, ഇനി നമ്മളെ മക്കളുമായി അല്പം ഇരിക്കാൻ സമയം നമ്മൾ കണ്ടെത്തണം. അവരെ അവധികാലത്ത് നമ്മുടെ മക്കളുടെ കൂടെ ഇരിക്കാൻ നമ്മൾ ഒരിക്കൽ സമയം കണ്ടെത്തേണ്ടതുണ്ട്. അവരെ കേൾക്കുവാനും അവരുടെ പ്രയാസങ്ങൾ അറിയാനും അവരുമായി കാര്യങ്ങൾ സംസാരിക്കാനും പ്രിയമുള്ള സഹോദരങ്ങളെ നമുക്ക് കഴിയേണ്ടതുണ്ട്. പലപ്പോഴും നമ്മിൽ കാണാനും സംസാരിക്കാനും സാധിക്കാത്ത രക്ഷിതാക്കളുമുണ്ട്, മക്കളുമുണ്ട്. മക്കളുമായി ഒരിക്കലും സംസാരിക്കാൻ നേരം കിട്ടാത്ത രക്ഷിതാക്കളുണ്ട്. അതുപോലെ തന്നെ ഉമ്മയോട് സംസാരിക്കാൻ കഴിയാത്ത മക്കളുണ്ട്, മക്കളോട് സംസാരിക്കാൻ നേരമില്ലാത്ത ഉമ്മമാരുണ്ട്. ഇങ്ങനെ നമ്മുടെ സമൂഹത്തില് നീണ്ടു നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ ഒഴിവ് സമയത്തെങ്കിലും നമ്മുടെ മക്കളുമായി സംസാരിക്കുവാനും ഇടപഴകുവാനും കൂടുതൽ നമുക്ക് കഴിയണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ കൃത്യമായി ഒഴിവ് സമയങ്ങൾ ചിലവഴിച്ച് നമ്മുടെ ആരോഗ്യവും നമ്മുടെ സമ്പത്തും എല്ലാം ദീനിന് വേണ്ടി, നമ്മുടെ ഓരോരുത്തരുടെയും പരലോക ഗുണത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്താൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വഅഖൂലു ഖൗലി ഹാദാ ഫസ്തഗ്ഫിറൂ ഇന്നഹു അൽ ഗഫൂർ റഹീം. الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. يا أيها الإخوان والأخوات أوصيكم ثانيا بتقوى الله. പ്രിയമുള്ള സഹോദരിമാരെ, സഹോദരങ്ങളെ, ഒരിക്കൽ കൂടി അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് തഖ്വയോടുകൂടെ ജീവിക്കണമേ എന്ന് ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, അവധിക്കാലവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് നമ്മൾ മനസ്സിലാക്കിയത്. ഈ അവധിക്കാലത്ത് ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ മക്കൾക്കൊന്നും ശരിക്കും നമ്മുടെ കുടുംബത്തെക്കുറിച്ച് കൃത്യമായൊരു ധാരണയില്ലാത്ത ഒരു കാലഘട്ടത്തിലാണ് നമ്മളുള്ളത്. നമ്മുടെ കുടുംബം ഏതാണെന്ന് പരസ്പരം ഒന്ന് സംസാരിക്കുവാനും ഒന്നിനും സമയം കിട്ടാത്ത
സമയം തികയാത്ത ഒരു കാലം. അതുകൊണ്ട് തന്നെ ഈ സമയത്ത് നമ്മുടെ മക്കളെ നമ്മളെ കുടുംബമായി ബന്ധപ്പെടുത്തണം. നമ്മളെ കുടുംബങ്ങളെ കുറിച്ച് പറഞ്ഞു കൊടുക്കണം. നമ്മളെ കുടുംബം ഇന്നതാണെന്നും ആ കുടുംബ വീട്ടിലേക്ക് കൊണ്ടുപോവുകയും നമ്മളെ അടുത്ത ബന്ധുക്കളെ അവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുകയും ചെയ്യണമെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ ഒഴിവ് സമയത്താണ് നമ്മളെ മക്കളെ കൂട്ടിക്കൊണ്ടുപോകാൻ പറ്റുന്ന സന്ദർഭം. അതുകൊണ്ട് അക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ കാന യുമിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫൽയസിൽ റഹിമ. അന്ത്യനാളിൽ വിശ്വസിക്കുന്ന, അല്ലാഹുവിലും അന്ത്യനാളിൽ വിശ്വസിക്കുന്നവൻ അവൻ എന്ത് ചെയ്യണം? ഫൽയസിൽ റഹിമ, അവൻ്റെ കുടുംബബന്ധം പുലർത്തട്ടെ എന്നാണ്. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ സന്ദർഭത്തിൽ ഏറ്റവും കൂടുതൽ നമ്മൾ വിനിയോഗിക്കേണ്ടത് നമ്മുടെ മക്കളെ കാര്യത്തിൽ അവരെ പരിചരിച്ചുകൊണ്ട് നമ്മുടെ മക്കളെ നമ്മുടെ നേരായ മാർഗത്തിലൂടെ കൊണ്ടുപോകാൻ പറ്റുന്ന സന്ദർഭമാണ് ഈ സമയത്ത്. പ്രിയമുള്ള സഹോദരങ്ങളെ, നിങ്ങളോട് എനിക്ക് ഉണർത്താനുള്ളത്, നമ്മുടെ നാടുകളിലൊക്കെ നമ്മുടെ മക്കൾക്ക് ഉതകുന്ന തരത്തിലുള്ള മോറൽ ക്ലാസുകൾ സംഘടിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ മദ്രസ തലം കഴിഞ്ഞിട്ടുള്ള കുട്ടികളുണ്ടാവും. അവരോട് ചോദിക്കാൻ നമ്മൾ ഓരോരുത്തരും, അവരോട് മാത്രമല്ല നമുക്കും അറിയേണ്ടതില്ലേ മയ്യിത്ത് നമസ്കാരത്തിലെ പ്രാർത്ഥന, അതുപോലെ നമ്മൾ നമസ്കാരത്തിൽ നിർവഹിക്കുന്ന പ്രാർത്ഥന നമ്മളെ മക്കൾക്ക് അറിയുമോ എന്ന് എൻ്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ നമ്മുടെ മക്കളോട് ഇരുത്തുന്നത് ചോദിക്കണം. അതുകൊണ്ട് നല്ല മോറൽ ക്ലാസ്സുകൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭമാണ് ഈ സമയം. നമ്മുടെ മക്കളെ സ്കൂൾ തലം മദ്രസ തലം കഴിഞ്ഞിട്ടുള്ള മക്കളെയും അതുപോലെ എല്ലാ മക്കളെയും യുവാക്കൾക്കും പങ്കെടുക്കാൻ പറ്റുന്ന കാര്യമാണ് മോറൽ സ്കൂളുകൾ. അതുകൊണ്ട് ഇത്തരം ക്ലാസ്സുകൾ നമ്മുടെ ഈ എടക്കുളം നാട്ടിൽ നമ്മുടെ പ്രദേശങ്ങളിൽ സംഘടിപ്പിക്കാറുണ്ടോ എന്ന് എനിക്കറിയില്ല. സംഘടിപ്പിക്കണം എന്നാണ് ഈ സമയത്ത് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളോട് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്. ഈ ഒഴിവ് സമയം കിട്ടുമ്പോഴൊക്കെ മതപരമായ വിജ്ഞാനം കിട്ടാൻ ഏറ്റവും കൂടുതൽ നമ്മൾ അറിയേണ്ടത് നമ്മുടെ സൃഷ്ടാവായ, നമ്മുടെ സംരക്ഷകനായ റബ്ബിനെ കുറിച്ച് ചോദിക്കുമ്പോൾ പറയാൻ കഴിയണം. ആരാണ് എൻ്റെ റബ്ബ് എന്ന് ചോദിക്കുമ്പോൾ, മൻ റബ്ബുക എന്ന് ചോദിക്കുമ്പോൾ എൻ്റെ റബ്ബ് അല്ലാഹു റബ്ബി എന്ന് പറയണമെങ്കിൽ തൻ്റെ സൃഷ്ടാവായ റബ്ബിനെ കുറിച്ച് കൃത്യമായൊരു ബോധം നമുക്കുണ്ടായിരിക്കണം. അതുകൊണ്ട് നീ മുസ്ലിമാണെന്ന് ചോദിക്കുമ്പോൾ അതെ ഞാൻ മുസ്ലിമാണ് എന്ന് പറയണമെങ്കിൽ എന്താണ് മൽ ഇസ്ലാം, എന്താണ് ഇസ്ലാം എന്ന ചോദ്യത്തിന് കൃത്യമായി മറുപടി പറയാൻ പ്രിയമുള്ള സഹോദരങ്ങളെ നമുക്ക് നമ്മുടെ മക്കൾക്കും കഴിയണം. അതുകൊണ്ട് തന്നെ ഈ ഒഴിവ് സമയങ്ങളിൽ മോറൽ ക്ലാസ്സുകളിൽ നമ്മുടെ മക്കളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ശരിയായ ദീനിനെക്കുറിച്ച്, മതത്തെക്കുറിച്ച് കൃത്യമായൊരു ബോധമുണ്ടാക്കാൻ പറ്റുന്ന സന്ദർഭത്തിലാണുള്ളത്. അതിന് നിങ്ങളൊക്കെ സഹകരിക്കുകയും അതിനുവേണ്ടി പണിയെടുക്കുകയും നമ്മുടെ നാടുകളിൽ മോറൽ ക്ലാസ്സുകൾ സംഘടിപ്പിക്കുകയും ഖുർആൻ ക്ലാസ്സുകളും അതിലൂടെ പഠിച്ചുകൊണ്ട് നമ്മുടെ പരലോകം രക്ഷപ്പെടുത്തുന്ന യഥാർത്ഥ വിശ്വാസികളായിക്കൊണ്ടാണ് നമ്മൾ ഓരോരുത്തരും മാറേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കത് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ മക്കളെ നാളെ അല്ലാഹുവിൻ്റെ കോടതിയിൽ നമ്മൾ ഓരോരുത്തരെയും ഹാജരാക്കപ്പെടുമ്പോൾ, നമ്മളെ വിചാരണ ചെയ്യുമ്പോൾ നമ്മുടെ മക്കൾ മാതാപിതാക്കൾക്ക് എതിരെ സാക്ഷി പറയുന്ന മക്കളായി നമ്മുടെ മക്കൾ മാറരുത്. അവിടെ വെച്ചുകൊണ്ട് അല്ലാഹുവിൻ്റെ കോടതിയിൽ നമ്മളെയും നമ്മുടെ മക്കളെയും ഹാജരാക്കപ്പെടുമ്പോൾ അവിടെ വെച്ച് റബ്ബിനോട് പറയും, അല്ലാഹുവേ എൻ്റെ മാതാപിതാക്കൾ നിന്നെക്കുറിച്ചോ നിന്റെ പ്രവാചകനെ കുറിച്ചോ ഈ പരിശുദ്ധമായ ദീനിനെക്കുറിച്ചോ എനിക്ക് അക്ഷരം പറഞ്ഞു തന്നിട്ടില്ല, പഠിപ്പിച്ചു തന്നിട്ടില്ല എന്ന് പറഞ്ഞ് നമുക്ക് എതിരെ, മാതാപിതാക്കൾക്കെതിരെ സാക്ഷി പറയുന്ന മക്കളായി നമ്മുടെ മക്കളെ മാറരുത്. അല്ലാഹുവേ ഞങ്ങളുടെ മക്കളെ നീ സ്വാലിഹായ സന്താനങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ അല്ലാഹുവേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, ഈ സമൂഹത്തിന് ഉപകരിക്കുന്ന, ഞങ്ങളുടെ നാട്ടിന് ഉപകരിക്കുന്ന സ്വാലിഹായ സന്താനങ്ങളാക്കി റബ്ബേ ഞങ്ങളുടെ മക്കളെ നീ മാറ്റി അനുഗ്രഹിക്കണേ റബ്ബേ. നാഫിയായ ഇൽമ്, ഉപകാരപ്രദമായ അറിവ് റബ്ബേ ഞങ്ങളുടെ മക്കൾക്ക് നീ നൽകി അനുഗ്രഹിക്കണേ അല്ലാഹുവേ. ഞങ്ങളുടെ കുടുംബത്തിൽ നിന്നും നാട്ടിൽ നിന്നും ഒരുപാട് ആളുകൾ മരണപ്പെട്ടു പോയിട്ടുണ്ട് അല്ലാഹുവേ. മാതാപിതാക്കൾ മരണപ്പെട്ടു പോയ ആളുകളുണ്ട്, ജ്യേഷ്ഠാനുജന്മാർ മരണപ്പെട്ടു പോയവരുണ്ട്, മക്കൾ മരണപ്പെട്ടു പോയിട്ടുണ്ട്. അല്ലാഹുവേ എല്ലാം അറിയുന്നവൻ നീ തന്നെയാണ് അല്ലാഹുവേ. അവർക്കൊക്കെ മഗ്ഫിറത്തും മർഹമത്തും നൽകി നീ അനുഗ്രഹിക്കണേ റബ്ബേ. അല്ലാഹുവേ ജീവിച്ചിരിക്കുന്ന ഞങ്ങളുടെ മാതാപിതാക്കളുണ്ട് റബ്ബേ, ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നീ ദീർഘായുസ്സും ആഫിയത്തും നൽകി അനുഗ്രഹിക്കണേ അല്ലാഹുവേ. ഹോസ്പിറ്റലുകളിലും വീടുകളിലും
ഒരുപാട് ആളുകളുണ്ട്, ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട്, രോഗികളുണ്ട്. അല്ലാഹുവേ, അവർക്ക് നീ പരിപൂർണമായ ശിഫ നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുർറത അയുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുർറത അയുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء